പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവനിശ്ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 23-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം. എന്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന നീരുറവുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. ഇത് ദാവീദ് പറഞ്ഞ ഒരു ദൈവവചന ഭാഗമാണ്. 23-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമുക്ക് നൽകി തന്ന വചനമാണ്. എല്ലാവർക്കും വിശ്വാസികൾക്ക് ഈ വചനം കാണാതറിയാം. മിക്കവാറും ഈ വചനം വായിച്ച് നമ്മൾ ആശ്വസിക്കുവാറുണ്ട്. ഒരു സന്തോഷം നൽകുന്ന വചനമാണ്. ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് വളരെ ശക്തമായിട്ടാണ് ദാവീദ് ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറയാണ്, എന്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരു പാത്രം നിറഞ്ഞ് കവിയണമെങ്കിൽ ഒന്നുകിൽ ആ പാത്രത്തിലുള്ള വെള്ളം നല്ലവണ്ണം ചൂടാകണം. ചൂടായി തിളച്ച് എങ്കിൽ മാത്രമേ ആ പാത്രം നിറഞ്ഞു കവിയുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ആ പാത്രത്തിന്റെ അടിയിൽ നല്ലൊരു നീരുറവ ഉണ്ടായിരിക്കണം. ഒന്നെങ്കിൽ ആ വെള്ളം നന്നായിട്ട് തിളച്ച് വേണം അത് നിറഞ്ഞു കവിയാൻ, അല്ലെങ്കിൽ ആ പാത്രത്തിന്റെ അടിയിൽ നല്ല നീരുറവ ഉണ്ടായിരിക്കണം. ഇങ്ങനെ രണ്ട് കാര്യങ്ങളിൽ മാത്രമേ ഒരു പാത്രം നിറഞ്ഞു കവിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ ഇടയനായി ദൈവം തെരഞ്ഞെടുത്ത ദാവീദ് തന്റെ ഹൃദയത്തിനകത്ത് എപ്പോഴും തന്റെ ഹൃദയമാകുന്ന പാത്രത്തിൽ ദൈവത്തിന്റെ വചനത്തെ താൻ നിറച്ചുകൊണ്ടിരുന്നു. ദൈവം തന്റെ ഇടയനായിട്ട് തെരഞ്ഞെടുത്തതാണ് ദാവീദിനെ. അപ്പോൾ തന്നെ ഇസ്രായേലിന്റെ രാജാവാണ്. ദാവീദിന്റെ ഹൃദയമാകുന്ന പാത്രത്തിൽ ദൈവത്തിന്റെ വചനത്തെ നിറച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ദാവീദിന്റെ ഹൃദയമാകുന്ന പാനപാത്രം എപ്പോഴും നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഭക്തൻ പറഞ്ഞത്, എന്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ശത്രുവായവൻ എതിരായി നിൽക്കുമ്പോഴും നമ്മുടെ നല്ല ഇടയിൽ നമുക്ക് വിരുന്നൊരുക്കും. നമ്മുടെ ശത്രു നമുക്ക് എതിരെ വലിയ പ്രതികൂലമായി നിൽക്കുമ്പോൾ, അവർ വലിയ കൂട്ടമായിട്ട് കടന്നു വരുമ്പോൾ നമ്മെ വിളിച്ച് വേർതിരിച്ച നമ്മുടെ ഇടയനായ കർത്താവ് നമുക്ക് വേണ്ടി വിരുന്നൊരുക്കുന്നവനാണ്. അല്ലേ? അതിഥിയെ തൈലം പൂശി സ്വീകരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേക തൈലം നമ്മുടെ മേൽ പകർന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ തന്ന് പരിശുദ്ധാത്മാവിൽ നമ്മെ നിറച്ച് ശത്രുക്കൾക്ക് മുമ്പാകെ കാലിടറാതെ നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. നമ്മുടെ ഹൃദയമാകുന്ന പാനപാത്രത്തിൽ ദൈവം അവൂളം വചനത്തെ തന്നിറച്ച് ശത്രുവിനെ തുരത്തി ഓടിക്കാനുള്ള കൃപ തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അവന്റെ സന്നിധിയിൽ എന്നും നമ്മൾ അനുഗ്രഹ സമൃദ്ധിയുള്ളവരായി തീരണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. എപ്പോഴും നമ്മുടെ ഹൃദയമാകുന്ന പാനപാത്രം, സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദിന്റെ ഹൃദയമാകുന്ന പാനപാത്രം നിറഞ്ഞു കവിഞ്ഞതുപോലെ നമ്മുടെ ഹൃദയമാകുന്ന പാനപാത്രം നിറഞ്ഞു കവിയണം. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ഹൃദയമാകുന്ന പാനപാത്രം ആത്മാവിന്റെ ഫലങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരുന്നു. അതാണ് ഗലാത്യ ലേഖനം അല്ലെങ്കിൽ 5-ാം അധ്യായം 22-ാം വാക്യം വായിക്കുന്നത്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, ദീർഘക്ഷമ, ജയം എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. വിശ്വസ്തത കാണാൻ കഴിയും. അപ്പം പൗലോസിന്റെ ഹൃദയമാകുന്ന പാനപാത്രവും ആത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് തനിക്കെതിരെ കടന്നു വന്ന ശത്രു സൈന്യത്തെ എല്ലാം പൗലോസും എന്ത് ചെയ്തു? തന്റെ ഹൃദയമാകുന്ന പാനപാത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവവചനത്താൽ, തന്റെ ഹൃദയമാകുന്ന പാനപാത്രത്തിൽ ദൈവം നിറച്ച അഭിഷേകത്താൽ ശത്രുവിനെ എതിരിടുവാൻ, ശത്രുവിനെ ജയിപ്പാൻ പൗലോസിന് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ ആദിമ കാലഘട്ടത്തിൽ മാർട്ടിൻ ലൂതർ അടക്കമുള്ള നവീകരണ കർത്താക്കൾ, വില്യം അടക്കമുള്ളവർ, അതുപോലെ ജോർജ് മുള്ള, സാധു സുന്ദർ സിംഗ്, സാധു കൊച്ചുകുഞ്ഞു ഉപദേശി, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയുള്ള അനവധി ആളുകൾ
അല്ലെങ്കിൽ ഉക്രൈൻ സെൻസിങ് അടങ്ങിയ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്ന അനവധി ആളുകൾ. അല്ലേലിയ. അവരൊക്കെ എന്ത് ചെയ്തു? അവരുടെ ഹൃദയമാകുന്ന പാനപാത്രത്തിൽ ദൈവത്തിന് വചനം നിറച്ചവരായിരുന്നു. ആദിമസഭ അല്ലേലിയ, അല്ലെങ്കിൽ പോൾ അലിസ്തോത്രം, നമുക്കറിയാം അവരൊക്കെ അങ്ങനെ ആയിരുന്നു. അവരുടെയൊക്കെ ഹൃദയമാകുന്ന പാനപാത്രത്തിൽ വചനം നിറഞ്ഞു. എന്നാൽ ഇന്നത്തെ കാലഘട്ടം വന്നപ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവം വിളിച്ചു വേർതിരിച്ച ദൈവത്തിന് ഇടയന്മാരാകുന്നവരുടെ ഹൃദയമാകുന്ന പാനപാത്രത്തിൽ പരിശുദ്ധാത്മാവാകുന്ന അഭിഷേകത്തിന് പകരം, പരിശുദ്ധാത്മാവുന്ന ശക്തിക്ക് പകരം ഇന്ന് അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത് അല്ലേലിയ, ആമി സ്തോത്രം, ആമിൻ, ആത്മാവിന്റെ ഫലങ്ങളല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രേക്ഷകർ, ഇന്നത്തെ ഇടയന്മാരുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആത്മാവിന്റെ ഫലങ്ങളല്ല. ആത്മാവിന്റെ ഫലങ്ങൾ നിറയപ്പെട്ട ഇടയന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. കാരണം മനുഷ്യനല്ലേ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. എന്നെ മാത്രം വിശുദ്ധനായിട്ട് പ്രസംഗിക്കാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ ചുറ്റുമുള്ള ഇടയന്മാരെ നോക്കുക. ഹൃദയമാകുന്ന പാനപാത്രത്തിൽ ആത്മാവിന്റെ ഫലങ്ങളെ കൊണ്ട് നിറയപ്പെട്ട ഒരു ഇടയന്മാരെ നിങ്ങൾക്ക് കാണിച്ച് ഞങ്ങളുടെ ഇടയൻ അങ്ങനെയാണെന്ന്. അതിന് സമുദായത്തിൽ, ക്രൈസ്തവ സമൂഹത്തിൽ, ആ സമുദായത്തിൽ അവരുടെ പുരോഹിതന്മാരായിരുന്നാലും അവരുടെ സന്യാസിനികളായിരുന്നാലും അവർ മറ്റ് വിവിധ നിലകളിലുള്ളവരായിരുന്നാലും വേർപെട്ട കൂട്ടങ്ങളിലുള്ളവരായിരുന്നാലും ഇനി മറ്റു നിങ്ങൾ നോക്കിയാലും അതിനകത്ത് ഇടയന്മാരാണല്ലോ. ഹൃദയമാകുന്ന പാനപാത്രത്തിൽ ആത്മാവിന്റെ അഭിഷേകം നിറയപ്പെട്ടവരുണ്ടോ? അല്ലേലിയ. ഇന്നത്തെ ഇടയന്മാരുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഹൃദയമാകുന്ന പാനപാത്രം നിറഞ്ഞിരിക്കുന്നത് പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസിന്റെ കാര്യം നന്നായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി ശക്തമായിട്ട് ദൂതായിട്ട് എഴുതി വെച്ചു. 1 പത്രോസിന്റെ ലേഖനം അല്ലേലിയ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുതി വെച്ചു, ആകയാൽ സകല ദുഷ്ടതയും. എന്താണ് ആകയാൽ സകല ദുഷ്ടതയും എന്ന് പറഞ്ഞാൽ? ആമി കൊയ്ത്തിന് പാകമല്ലാതെ കിടക്കുന്ന ഒരു പാടം ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതുമറിച്ച് കട്ടയും കല്ലും കൂടെ കിടക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയം. ആകയാൽ സകല ദുഷ്ടതയും അല്ലേലിയ, എല്ലാ ചതിവും അല്ലേലിയ, എല്ലാ ചതിവും, വ്യാജഭാവം, ചിലരെ കണ്ട് വ്യാജഭാവം, അസൂയയും അല്ലേലിയ, എല്ലാ നുണയും ഇന്നത്തെ ഇടയന്മാരുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതാണ്. സകല ദുഷ്ടതയും, എല്ലാ ചതിയും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് അല്ലേലിയ, ദാവീദ് പറഞ്ഞ പോലെ എന്റെ ഹൃദയമാകുന്ന പാനപാത്രം നിറഞ്ഞു കവിയെന്ന് പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവസഭ മടങ്ങി വരണം. നിങ്ങളൊരു പക്ഷേ ഇതൊക്കെ ഒരുപാട് വിമർശിച്ചൊക്കെ എന്നെ വിമർശിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്നെ വിമർശിക്കുന്നതിന് ഒരുപാട് ചീത്ത വിളിക്കുന്നവരൊക്കെ ഉണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരെ വീണ്ടും വിളിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. കാരണം എങ്കിൽ അവർ നന്നാകത്തുള്ളൂ. അല്ലേലിയ, സ്തോത്രം. അതുകൊണ്ട് എന്നെ വിളിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. ഞങ്ങൾക്ക് പറയാതിരിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പൊ എന്നെ കേൾക്കുന്ന ഇടയന്മാരെ, നിന്റെ ഹൃദയമാകുന്ന പാനപാത്രത്തിനകത്ത് ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയുമായിട്ടാണ് നീ ഇടയ ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന, നീ നയിക്കപ്പെടുന്ന സഭയിലെ ആമി വിശ്വാസികളും ആ കുഞ്ഞാടുകളും അവര് നിന്റെ സ്വഭാവം കണ്ടുപഠിക്കും. ഒരു ഭവനത്തിൽ ഒരു അപ്പന്റെ അമ്മയുടെ സ്വഭാവം കണ്ടാണ് ആ കുഞ്ഞു വളരുന്നത് പോലെ സഭയ്ക്കകത്ത് ഇടയന്റെ ഹൃദയമാകുന്ന പാനപാത്രത്തിന്റെ സ്വഭാവം കണ്ടാണ് ആ സഭയിലെ വിശ്വാസികൾ വളരുന്നത്. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, അല്ലെ, ഇതൊക്കെ നീക്കിക്കളയണം. ഏതാ? സകല ദുഷ്ടതയും, എല്ലാ ചതിയും, വ്യാജഭാവവും, അസൂയ എല്ലാം ഉടൻ നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. ഇപ്പോൾ ജനിച്ച ശിശുക്കൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൃദയം വളരെ പവിത്രമാണ്, അല്ലെങ്കിൽ നിഷ്കളങ്കമാണ്. ആ കുഞ്ഞിന്റെ ഹൃദയത്തിനകത്തൊന്നും ലോകത്തിൽ നിന്ന് കയറി കൂടിയിട്ടില്ല. അതാ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ. എന്തിനാ വളരണ്ടേ? രക്ഷയ്ക്കായി വളരണം. ലോകത്തിന്റെ ഇംഗിതങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ സന്തോഷത്തിന് വേണ്ടി അല്ല നീ വളരേണ്ടത്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അല്ലേലിയ. ഈ ലോകത്തിൽ മായമില്ലാത്ത ഒന്നുണ്ടെങ്കിൽ സത്യവേദ പുസ്തകത്തിനകത്ത് എഴുതി തന്നിരിക്കുന്ന ആത്മാവും ജീവനുമായിരിക്കുന്ന വചനത്തിന് മാത്രമേ മായമില്ലാത്തതുള്ളൂ. ബാക്കിയുള്ളതെല്ലാം മായമാണ്. മായം ചേർത്തതാണ് പല സഭയുടെ ഉപദേശങ്ങളും.
മായം കലർന്ന ഉപദേശങ്ങളാണ് പല സഭയ്ക്കും പല ഇടയന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് സത്യവേദ പുസ്തകത്തിൽ പറയാണ്, അല്ലെങ്കിൽ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ, കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ കർത്താവിന്റെ സ്വഭാവം വേണം. ലേലിയ ഇതൊക്കെ ഈ വനത്തിൽ നാടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ഇടയനായിരിക്കുന്ന ദാവീദിന് ഇത് മനസ്സിലായി എന്ന് പറയുമ്പോൾ, എന്നെ കേൾക്കുന്ന ശ്രോതാവി, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസവും അറിവും കഴിവും പ്രാപ്തിയും ജ്ഞാനവും ലോകപരിചയവും ഒക്കെ ഉള്ള നിങ്ങൾക്കിത് മനസ്സിലാക്കാതെ പോയത് എന്തുകൊണ്ടാണ്? എനിക്കും മനസ്സിലാക്കാതെ പോയത് എന്തുകൊണ്ടാണ്? നിങ്ങളെ തന്നെയല്ല, എന്നെ കൂടാ. ലേലിയ നമുക്ക് എന്തുകൊണ്ടത് മനസ്സിലാക്കാതെ പോയി? നമ്മുടെ ഹൃദയമാകുന്ന പാനപാത്രത്തിൽ നിറഞ്ഞു കവിയുക എന്ന് പറഞ്ഞ ആത്മാവിന്റെ ഫലങ്ങളെ കൊണ്ടായിരിക്കണം. പ്രയോജനം ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാലായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ നിറയേണ്ടത്. അല്ലേലിയ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ, അങ്ങനെ വളരുന്നവരും മാത്രമേ ദൈവസന്നിൽ വിശുദ്ധിയോടെ നിൽക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യണം. ഇന്നത്തെ മനുഷ്യരെയൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എല്ലാ മതങ്ങളെയും നിങ്ങൾ പഠിച്ചുകൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തെ, ക്രൈസ്തവ, വേർപെട്ട ഞങ്ങളുടെ പെന്തക്കോസ്ത് സമൂഹത്തെ, ഇവിടുത്തെ ഹൈന്ദവ, ഇവിടുത്തെ ഇസ്ലാമിക, ഇങ്ങനെയുള്ള മതവിഭാഗങ്ങളെ, ബുദ്ധമതങ്ങളും ജൈനമതങ്ങളും ഒരുപാട് മതങ്ങൾ, അവരെ എല്ലാം എടുത്തിട്ട് അവരുടെ ഇടയന്മാരുടെ ഹൃദയത്തെ നിങ്ങളൊന്ന് ശോധന ചെയ്യുക. നിങ്ങൾ സ്വയം ശോധന ചെയ്യുക. നമ്മുടെ ഹൃദയമാകുന്ന പാനപാത്രത്തിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളുണ്ടോ? ആത്മാവിന്റെ ഫലങ്ങളുണ്ടോ? രക്തം ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മുടെ കഷ്ടം മാറാത്തത്, ശാപം മാറാത്ത, രോഗം മാറാത്ത, ബന്ധനങ്ങൾ അരിയാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് സമാധാനമില്ലാത്തത്, സന്തോഷമില്ലാത്ത, സ്വസ്ഥതയില്ലാത്തത്? എന്തുകൊണ്ടാണ് നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീര് മാറാത്തത്? എന്റെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ പ്രതിസന്ധി മാറാത്തതിന്, കുടുംബത്തിനകത്ത് നിലവിളി മാറാത്തത്, കുടുംബം ഛിന്നഭിന്നമായി മാറുന്നത്, നീ എല്ലായിടത്തും തകരുന്നത്, തകർച്ച വരുന്നത്, തകർച്ച നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന നിന്റെ ഹൃദയത്തിനകത്തെ ദുഷ്ട ചിന്താഗതികളെ, ആകയാൽ സകല ദുഷ്ടതയും, എല്ലാ ചതിയും വ്യാജമാവും അസൂയയും എല്ലാ നുണയും നീ നീക്കിക്കളഞ്ഞിന്റെ ഹൃദയമാകുന്ന പാനപാത്രത്തിന് ശുദ്ധീകരിക്കണം. രക്തം ചെയ്യും. ശുദ്ധീകരിക്കാൻ കഴിയുമോ? ശുദ്ധീകരിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും. പ്രയോജനോ ഇവിടെ എന്ന് പറഞ്ഞ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ന്യൂ ജനറേഷൻ സഭയ്ക്കകത്ത് കയറി ഇപ്പം ചെണ്ടമേളവും താളവും വേളും കുട്ടും കുരവിയും ആർപ്പും കുരവിപ്പും ഇനി അടുത്ത കാലങ്ങളിൽ അല്ലെങ്കിൽ ആനയും അമ്പാരിയും ഒക്കെ കടന്നു വരുമെന്ന് നമ്മുടെ സഭയ്ക്കകത്ത്. അല്ലേല് നമ്മുടെ സഭയ്ക്കകത്ത് എന്ത് ചെയ്തു? എല്ലാം അശുദ്ധമായതും കയറിക്കൂടി. ഇടയന്മാരായി ദൈവം വിളിച്ച് വേർതിരിച്ച അനുഭവത്തിൽ ന്യൂജൻ ശുശ്രൂഷകന്മാരുടെ ഹൃദയത്തിനകത്ത് സകല ദുഷ്ടതയും, എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും കയറിക്കൂടിയിട്ട് ദൈവവചനത്തിന് വിരുദ്ധമായി, സഭയ്ക്ക് വിരുദ്ധമായി, ശുശ്രൂഷയ്ക്ക് വിരുദ്ധമായി, പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയ്ക്ക് വിരുദ്ധമായി, ആത്മാവിന്റെ ഫലങ്ങൾക്ക് വിരുദ്ധമായി ജഡിക സ്വഭാവങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞിലേക്ക്? ഹല്ലേലൂയ. അതിനാരാണ്ടൊക്കെ പേരിട്ട് ഹലാൽ പെന്തക്കോസ് എന്നൊക്കെ പേരിട്ടു. എനിക്കതിന്റെ അർത്ഥമൊന്നും നന്നായിട്ട് അറിയത്തുമില്ല. ഹല്ലേലൂയ. ഞാൻ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നില്ല, അതുകൊണ്ടാകട്ടോ. നമുക്ക് ദൈവം തരുന്നത് പഠിച്ചാൽ മതിയല്ലോ. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ന്യൂജൻ സഭകൾ പെരുകി തുടങ്ങി, ദുരുപദേശങ്ങൾ പെരുകി തുടങ്ങി, ദുരുപദേശന്മാർ കൂടുകൂട്ടി തുടങ്ങി സഭയ്ക്കകത്ത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസി, എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നിന്റെ തലയിൽ പക്ഷി കൂടുകൂട്ടാതിരിക്കാൻ നീ നോക്കണം. നിന്റെ തലയിൽ പക്ഷി കൂടുകൂട്ടിയാൽ അത് നിനക്ക് അപകടമാണ് എന്ന് പറഞ്ഞ് നിന്റെ ശിരസിനകത്ത്, നിന്റെ തലയ്ക്കകത്ത്, നിന്റെ ഹൃദയത്തിനകത്ത് ദുരുപദേശകന്മാർ വന്ന് കൂടുകൂട്ടരുത്. നിന്റെ ഹൃദയമാകുന്ന പാനപാത്രത്തിനകത്ത് ദൈവത്തിന്റെ വചനം നിറയണം. ഹല്ലേലൂയ. ദാവീദ് അതാണ് നമ്മളെ പറഞ്ഞ് കേൾപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ദൈവസഭയ്ക്ക് ശത്രുവുണ്ട്, ദൈവദാസന്മാർക്ക് ശത്രുവുണ്ട്, ഇടയന്മാർക്ക് ശത്രുവുണ്ട്, വിശ്വാസികൾക്ക് ശത്രുതയുണ്ട്. അപ്പൊ എന്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു പറയുമ്പോൾ നമ്മുടെ ആത്മമണവാളനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും വിശ്വാസികൾക്കും നേരെ കടന്നു വരുന്ന ശത്രുക്കൾക്ക് മുമ്പാകെ നമ്മുടെ ഇടയനായ കർത്താവ് നല്ലൊരു അതിഥിയെ സ്വീകരിക്കുന്നത് പോലെ നമുക്ക് വിരുന്നൊരുക്കുന്നവനാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. പരിശുദ്ധാത്മാവിനാൽ നമ്മെ അഭിഷേകം ചെയ്ത് നമ്മുടെ ശിരസിനെ അഭിഷേകത്താൽ നിറച്ച്
ഹല്ലേലൂയ. നമ്മുടെ ഹൃദയമാകുന്ന പാനപാത്രത്തിൽ ദൈവത്തിന്റെ വചനം തന്നു നിറയ്ക്കാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും അവിടെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ ഞാൻ ആദ്യമേ പറഞ്ഞൊരു ഒരു പാത്രം നിറഞ്ഞ് കവിയണമെങ്കിൽ ആ പാനപാത്രത്തിന്റെ അടിയിൽ നന്നായിട്ട് തീയിട്ട് ചൂടാക്കുമ്പോൾ മാത്രമേ അതിൽ കിടക്കുന്ന വെള്ളം തിളച്ച് നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയുള്ളൂ. അല്ലെങ്കിൽ ആ പാത്രത്തിന്റെ അടിയിൽ നല്ലൊരു നീരുറവുണ്ടായിരിക്കണം. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി കത്തി തുടങ്ങിയാൽ, ആത്മാവിന്റെ തീ നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നിന്റെ ഹൃദയമാകുന്ന പാനപാത്രം എന്ത് ചെയ്യും? ആത്മാവിന്റെ ഫലങ്ങളാൽ നിറഞ്ഞ് കവിയാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി പത്രോസ് ആദിയായ 120 മേൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവരുടെ ഹൃദയമാകുന്ന പാനപാത്രം നിറഞ്ഞ് കവിഞ്ഞൊഴുകുവാൻ തുടങ്ങി. പത്രോസ് 11 കൂടെ എഴുന്നേറ്റ് ഒറ്റ പ്രസംഗം. ആ പ്രസംഗത്തിനകത്ത് എന്ത് ചെയ്തു? യെരൂശലേം ദേവാലയത്തിൽ അന്നത്തെ ആചാരാനുഷ്ഠാന കർമ്മപ്രകാരം അടുത്ത ക്രമജടിലമായ പെരുന്നാൾ നടക്കുകയാണ്. ഉത്സവം പോലെ അവിടെ കാളയെ വെട്ടുണ്ട്, കോഴിയെ വെട്ടുണ്ട്, ആടുവെട്ടൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ രക്തം കൊണ്ട് ഒരു ഉത്സവം, ഒരു പെരുന്നാൾ നടക്കുമ്പോൾ വിവിധ രാജ്യങ്ങൾ അനവധി ആളുകൾ ആ പെരുന്നാളിൽ വന്ന് കൂടിയിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ യെരൂശലേം ദേവാലയത്തിലെ ഉത്സവം നടക്കുമ്പോൾ, പെരുന്നാൾ നടക്കുമ്പോഴാണ് ആത്മാവിൽ നിറയപ്പെട്ട ഹൃദയമാകുന്ന പാനപാത്രം നിറഞ്ഞ് ആത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെട്ട പത്രോസ് ആദിയായി ഇവർ എഴുന്നേറ്റ് ഒറ്റ പ്രസംഗം നടത്തിയപ്പോൾ എന്ത് ചെയ്തു? ഈ ദേവാലയത്തിൽ 3000 പേര് പത്രോസിന്റെ ആ കൂട്ടത്തിലേക്ക് ഓടിയെത്തി. ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിങ്ങൾ മാനസാന്തരപ്പെടും. അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഹൃദയമാകുന്ന പാനപാത്രം കർത്താവായ യേശു ക്രിസ്തുവിനെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർ കർത്താവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, വചനത്തിന് മാറ്റമില്ല. ശ്രോതാവേ, വചനത്തിന് മാറ്റമില്ല. എന്നെ കേൾക്കുന്ന ഇടയന്മാരുടെ വചനത്തിന് മാറ്റമില്ല. നിനക്കാണ് മാറ്റം വന്നത്. ആമീൻ. ദൈവത്തിന് മാറ്റം വന്നിട്ടില്ല. ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. അവന്റെ വചനത്തിന് മാറ്റം വന്നിട്ടില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും എന്റെ വചനങ്ങൾക്കോ ഒരു മാറ്റം, എന്റെ വചനം ഒഴിഞ്ഞു പോകില്ലെന്ന് വചനം പറയുന്നുണ്ട്. അതുപോലെ കർത്താവിന്റെ സ്വഭാവത്തിന് മാറ്റമില്ല. അവന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ല. ഹല്ലേലൂയ. യഹോവയായ ഞാൻ മാറാത്തവൻ. നല്ലൊരു അതുകൊണ്ട് നമ്മൾ മാലാഖി 3:16 അതുകൊണ്ട് കർത്താവിന് ഒരിക്കലും മാറ്റം വരുന്നവനല്ല. പക്ഷെ ദൈവം തെരഞ്ഞെടുത്ത ഇടയന്മാരുടെ ഹൃദയമാകുന്ന പാനപാത്രത്തിനകത്ത് പല ദുരുപദേശങ്ങളും കടന്നുകൂടി പല സ്വഭാവങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ ആത്മാവിന്റെ ഫലങ്ങൾക്ക് പുറപ്പെടുവിക്കാൻ കഴിയാതെ ഹൃദയമാകുന്ന പാനപാത്രം ആത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ് കവിയാൻ കഴിയാത്ത വിധത്തിൽ, ഹല്ലേലൂയ, ജനകീയമായ ചിന്തകൾ വന്നു. രക്തം ചെയ്യും. ശരിയല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ നമ്മുടെ കൺവെൻഷനൊക്കെ കാണത്തില്ലേ? സ്റ്റേജിലൊക്കെ പ്രസംഗിക്കുന്ന അതിശക്തന്മാരായിരിക്കുന്ന പ്രഗത്ഭന്മാരായിരിക്കുന്ന റെവറന്റ് ഡോക്ടർ അല്ലേലിയ. പിന്നെ ഈ റെവറന്റ് ഡോക്ടർ എന്നൊക്കെ ചേർക്കുമ്പം റവ, ആട്ട, മൈദ, ഗോതമ്പ്, സൂചി എന്നൊക്കെ ചേർക്കുവാണെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇന്നത്തെ റെവറന്റ് ഡോക്ടർ എന്നൊക്കെ പറയുന്ന പലരും ആത്മാവിന്റെ ഫലമുള്ളവരുണ്ട് കേട്ടോ. പക്ഷെ മറ്റുള്ള അനവധി ആൾ സ്റ്റേജിൽ കൂടിയൊക്കെ പ്രസംഗിക്കുന്ന പലരുടെ നാവിൽ നിന്ന് പുറത്തേക്ക് രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പാണ്, അധികാരമാണ് പുറത്തേക്ക് വരുന്നത്. ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയാതെ ഇന്നത്തെ കൺവെൻഷനകത്തൊക്കെ ജഡത്തിന്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്ന മറ്റ് സഭകളെ കുറ്റം വിധിക്കുക, മറ്റുള്ള സഭയിലെ ഇടയന്മാരെ കുറ്റം വിധിക്കുക, സഭവിശ്വാസങ്ങളെ കുറ്റം വിധിക്കുക. സ്വയം കുറ്റം ഉള്ളിലിരിക്കുമ്പോൾ ആകെയാൽ സകല തൊട്ടത എല്ലാ ചതിയും വ്യാജഭാവവും അസൂയ എല്ലാം ഉടയും ഹൃദയമാകുന്ന പാത്രത്തിൽ നിറച്ചു വെച്ചിട്ട് ഭയങ്കര സ്റ്റേജിലൊക്കെ പ്രസംഗമാണ്. എവിടെ ഉണർവുണ്ടാകുന്നുണ്ട്? നിന്റെ പ്രാർത്ഥനകത്ത് സ്റ്റേജിലൊക്കെ നീ പ്രസംഗിച്ചിട്ട് ഒരു തലവേദനക്കാരെങ്കിലും സൗഖ്യം പ്രാപിച്ചോ? ഒരു ജലദോഷമായിട്ട് വന്നതിന് സൗഖ്യം പ്രാപിച്ചോ? ഒന്നും നടന്നില്ല. സ്റ്റേജ് ഇളക്കിയത് കൊണ്ട് കാര്യമായില്ല. ഹൃദയമാകുന്ന പാനപാത്രം ദാവീദിനെ പോലും നിറഞ്ഞു കവിയണം. ഹല്ലേലൂയ. ഹൃദയമാകുന്ന പാനപാത്രം നിറഞ്ഞു കവിയുവാൻ നാം ദൈവത്തിന് സമർപ്പിക്കണം, വിശുദ്ധിയിലേക്ക് വരണം. ഹല്ലേലൂയ. ജഡത്തിലെ ആത്മാവിലെ സകല കൺവെൻഷവും നീക്കിക്കളഞ്ഞ് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളണമെന്ന് 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ ജഡത്തിലെ ആത്മാവിലെ സകല കൺവെൻഷവും നീക്കിക്കളഞ്ഞിട്ട് ദൈവഭയത്തിൽ വിശുദ്ധി നമ്മുടെ ഹൃദയമാകുന്ന പാനപാത്രത്തിൽ നിറയപ്പെടണം. അങ്ങനെ വന്നെങ്കിലേ നമുക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഭയങ്കര വിശുദ്ധനാണെന്ന്. ഞാൻ വിശുദ്ധനാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടത്തില്ല.
ഞാൻ വിശുദ്ധനാണ്, ഞാൻ മാത്രമേ സത്യസന്ധനാണ്, ഞാൻ മാത്രമേ നേരായി നടക്കൂ, ഞാൻ മാത്രമേ ആത്മാവിന്റെ ഫലമുള്ളവനാണെന്ന് ഞാൻ ഒരിക്കൽ പോലും ആരോടും പറഞ്ഞിട്ടില്ല, ആരോടും പറയത്തുമില്ല. അല്ലേ? പക്ഷെ ഞാൻ എന്നെ ക്രമീകരിക്കാൻ നോക്കും എപ്പോഴും. അല്ലേലിയ. അതെ, ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്ത് ഉണർവ് ആവശ്യമാണ്. ഇടയന്മാരുടെ ഹൃദയത്തിൽ ഉണർവ് ആവശ്യമാണ്. വിശ്വാസികളുടെ ഹൃദയത്തിൽ ഉണർവ് ആവശ്യമാണ്. മായമായതിനെ മാറ്റിക്കളയണം. മായം ചേർത്തതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് വചനമെന്ന മായമില്ലാത്ത പാൽ. ഇവിടെ വചനത്തെ എന്താ പാലിനോടൊപ്പം ചേർത്തോടാം. വചനം എന്ന മായമില്ലാത്ത പാല്. അല്ലേലിയ. അപ്പൊ വചനത്തെ ഏതെല്ലാം നിലയിലാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിലൂടെ തന്റെ ദാസന്മാർക്കൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. അല്ലേലിയ. സ്തോത്രം. നമ്മൾ ആ അനുഭവത്തിലേക്ക് വരണം. ഈ കാലഘട്ടം വല്ലാത്തതാണ്, ദുർഘടങ്ങൾക്ക് നിറയപ്പെട്ടതാണ്, മുള്ളും പറക്കാരിയും കൊണ്ട് നിറയപ്പെട്ടതാണ്. തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ലോകരാജ്യങ്ങളെ കീഴടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേലിയ. അതിന് തന്നെ ക്രൈസ്തവ വിശ്വാസികളോട്, ക്രൈസ്തവ ജനത്തോട്, ഇടയന്മാരോട്, ഇനി എന്നെ കേൾക്കുന്ന സകല ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തിന് പാർക്കുന്ന ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാനും വൃത്തരും യാചകരും ഓർഫനേജിലും ഓൾഫനേജിലും കിടക്കുന്ന തടവറയിൽ കിടക്കുന്നവരിൽ ഈ ശിശുക്കളോടൊഴിച്ച്, ശിശുക്കൾ എന്നുള്ള ഇപ്പോൾ ജനിച്ച ശിശുക്കൾ, അത് ആത്മീയമല്ല, ലോകപ്രകാരം അമ്മയുടെ ഉദരത്തിൽ ജനിച്ച, അപ്പോൾ ജനിച്ച കുഞ്ഞ് ശിശു, അതിന് ബാല്യം, കൗമാരല്ലേ, അത് തൊട്ട് സകല ജനത്തോടും പറയട്ടെ, നിന്റെ ഹൃദയമാകുന്ന പാനപാത്രത്തിൽ ദൈവത്തിന്റെ വചനം നിറയട്ടെ. വചനമെന്ന പായമില്ലാത്ത പാൽ, വചനം നിന്റെ ഉള്ളിൽ നിറയുന്നെങ്കിൽ, അല്ലേലിയ, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നീ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, 25 വർഷം ഈ ലോകത്തിന്റെ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും വിധേയപ്പെട്ട് ജീവിച്ചവനാ ഞാൻ. ഇന്നത്തെ ഈ MDMA ഈ സിന്തറ്റിക് അടക്കമുള്ള അനവധി ഇന്നത്തെ മയക്കുമരുന്നുകൾ ഞാൻ ഉപയോഗിക്കുന്ന സമയത്തില്ല, ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. അങ്ങനെ എനിക്ക് അന്നത്തെ കാലഘട്ടത്തിൽ കിട്ടാവുന്നതെല്ലാം ഞാൻ മേടിച്ച് ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിയ ലഹരികൾ. അന്ന് എന്റെ ഹൃദയമാകുന്ന പാനപാത്രം ദുഷ്ടത കൊണ്ടും എല്ലാ ചതിയും വ്യാജഭാവും അസൂയയും എല്ലാ നുണയും കൊണ്ട് എന്റെ ഹൃദയമാകുന്ന പാനപാത്രം നിറഞ്ഞു കവിഞ്ഞിരുന്നു. അതാണ് ഞാൻ പുറത്തോട് പ്രകടിപ്പിച്ചിരുന്നത്. ആത്മാവിന്റെ ഫലം എനിക്ക് പുറപ്പെടുവിക്കാൻ കഴിഞ്ഞതില്ല. എന്നാൽ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ എന്റെ ഹൃദയമാകുന്ന പാനപാത്രത്തെ ദുഷ്ടതയെ മുഴുവൻ നീക്കിക്കളഞ്ഞിട്ട് കർത്താവിന്റെ ഹൃദയമാകുന്ന പാനപാത്രത്തിൽ ആത്മാവിന്റെ ഫലങ്ങളെ കൊണ്ട് നിറച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? എന്റെ ഹൃദയമാകുന്ന പാനപാത്രം നിറഞ്ഞ് കവിയുന്നതെല്ലാം ദൈവത്തിന് പ്രസാദമുള്ളതായി തീരുവാൻ ഞാൻ ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരും പൂർണ്ണരല്ല കേട്ടോ. ഈ ഭൂമി ജീവിക്കുമ്പോൾ നമ്മൾ ആരും പൂർണ്ണരല്ല. നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് മാത്രമേ നടന്നിട്ടുള്ളൂ. ജഡത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. ആത്മാവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവത്തിന്റെ വൈദ്യരെ, നിന്റെ ഹൃദയമാകുന്ന പാനപാത്രത്തെ നീ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം. നിന്റെ ജഡത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ലാത്തതുകൊണ്ട് നിന്റെ ജഡത്തിൽ പാപങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിന്റെ ജഡത്തിൽ പാപ സ്വഭാവങ്ങൾ, പാപത്തിന്റെ ഇമ്പങ്ങൾ, പാപത്തിന്റെ അനുഭവങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിന്റെ ജഡത്തിൽ പാപങ്ങൾ വരുമ്പോൾ നിന്റെ ആത്മാവിലേക്ക് പാപം പ്രവേശിക്കാതെ, അല്ലെങ്കിൽ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. അല്ലെങ്കിൽ ജഡത്തെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. ഗലാത്യലേഖനം 24 രക്തം ചെയ്യും. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ലോകത്തിലുള്ള സകല മനുഷ്യൻ ജാതി മത വർണ്ണ വ്യത്യാസം മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഈ ലോകത്തിന്റെ ഈതങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചതിന്റെ ഹൃദയമാകുന്ന പാനപാത്രത്തിൽ ദൂട്ടത കൊണ്ടും ചതി കൊണ്ടും വ്യാജമാവും അസൂയ നുണ കൊണ്ട് നിറച്ചാൽ നിനക്കൊരു മരണമുണ്ട്. മരണാനന്തരം നീ നിത്യ നരകത്തിലേക്ക് പോകും. അല്ലേ? അവിടെ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുവാൻ, കൈപിടിച്ചുയർത്തുവാൻ ആരും ഉണ്ടാകത്തില്ല. നിന്റെ കൂട്ടുകാരോ ബന്ധുക്കളോ സന്തതോ സഹചാരികളോ, നിന്റെ ഉറ്റൊരു ഉടയോ, നിന്റെ ഭാര്യയോ, നിന്റെ ഭർത്താവോ, നിന്റെ മാതാപിതാക്കളോ, നിന്റെ ചങ്കോ കരളോ അവിടെ കാണത്തില്ല. നീ നരകമാകുന്ന തീപ്പൊയ്യിൽ കിടന്ന് പിടയുന്നവനായിരിക്കും. കെടാത്ത തീയും ചാകാത്ത പുഴുമുള്ള ആ നരകാഗ്നിയിൽ നീ വെന്തു മരിക്കും. വെന്തു മരിക്കും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തീക്കകത്ത് വെന്ത് മരിക്കില്ല. അവിടെ തീയാണ്. വെന്ത് മരിക്കുന്നവന് ചാകാതെ ചത്തുകൊണ്ടിരിക്കും. നിന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടത്തില്ല.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ദാവീദ് പറഞ്ഞതുപോലെ എനിക്ക് പറയാൻ കഴിയുമോ? എന്റെ ശാസ്ത്രങ്ങൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. ദാവീദിനെതിരെ വലിയ ശത്രു സൈന്യം നിന്നപ്പോൾ തന്റെ കുടുംബത്തിനകത്തും ശത്രു എഴുന്നേറ്റു, ദേശത്ത് ശത്രു എഴുന്നേറ്റു. ദാവീദിന്റെ ശത്രുക്കൾ ആരായിരുന്നു? തന്റെ മകനായിരുന്ന അബ്സലോം, ദോവേഗ്, ശിമെയി, അഹീതോഫെൽ, ഹല്ലേലൂയ. അങ്ങനെ നിരവധി ശൗലടക്കമുള്ള അനവധി ആളുകൾ ദാവീദിനെതിരെ ശത്രുതയായി നിന്നപ്പോൾ, ഹല്ലേലൂയ, ദാവീദിന്റെ ജീവനെ അപഹരിക്കുവാൻ ദൈവമേൽപ്പിച്ച ഇടയശുശ്രൂഷ രാജകീയ പദവി തന്നെ നിർമൂലനം ചെയ്യുവാൻ വേണ്ടി ശത്രു സൈന്യം ദാവീദിനെതിരെ എഴുന്നേറ്റപ്പോൾ ദാവീദ് പറഞ്ഞു, എന്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. തന്റെ ഹൃദയമാകുന്ന പാനപാത്രത്തിൽ ദൈവത്തിന്റെ വചനം നിറയപ്പെട്ടു. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, യഹോവ എന്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഹല്ലേലൂയ. നന്മയും കരുണയും എന്റെ ആഴ്കാലമൊക്കെ എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആ വചനമൊക്കെ നിങ്ങൾ 21 സംഖ്യത്തിൽ വായിച്ചാൽ മതി കേട്ടോ. നമ്മുടെ ഹൃദയത്തിനകത്ത് ശുദ്ധീകരണം ഉണ്ടാകണം. എന്നെ കേൾക്കുന്ന മത നേതാക്കന്മാരോട് പറയട്ടെ, എന്റെ ഹൃദയമാകുന്ന പാനപാത്രത്തിൽ എന്താണ് ഇരിക്കുന്നത്? എന്റെ ഹൃദയമാകുന്ന പാനപാത്രത്തിൽ ദൈവത്തിന്റെ വചനമുണ്ടോ? നിന്റെ ഹൃദയമാകുന്ന പാനപാത്രത്തിൽ പരിശുദ്ധമുണ്ടോ? നിന്റെ ഹൃദയമാകുന്ന പാനപാത്രത്തിൽ അഭിഷേകം നിറയപ്പെട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഹൃദയമാകുന്ന പാനപാത്രത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ആത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നമ്മൾ നിറയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന സൗമ്യതയുടെ അനുഭവമായിരിക്കും. ആത്മാവിന്റെ ഫലമുള്ളവൻ സൗമ്യനായി മാറും. ആത്മാവിന്റെ ഫലമുള്ളവൻ ദീർഘക്ഷമയുള്ളവനായി മാറും. ആത്മാവിന്റെ ഫലമുള്ളവൻ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. അല്ലേല് അപ്പൊ ആത്മാവിന്റെ ഫലം നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോപവും ശാഠ്യവും ദന്തദോഷവും എല്ലാം മാറി. നമ്മുടെ ഹൃദയത്തെ ദുഷ്ടതയും ചതിയും വ്യാജമായ അസൂയും നുണയെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകും. പക്ഷെ ആത്മാവിന്റെ സ്വഭാവം വരണം, ആത്മാവിന്റെ ഫലങ്ങൾ വരണം. ഹൃദയമാകുന്ന പാനപാത്രത്തിൽ അത് നിറയപ്പെടണം. രക്തം ചെയ്യും. ഇന്ന് പകൽ ഈ വചനം കേട്ടു ശ്രോതാവേ, നീ മാനസാന്തരപ്പെടാനുണ്ട്, നീ മടങ്ങി വരുവാനുണ്ട്. നിന്റെ അകൃത്യങ്ങളെ നീ ഏറ്റുപറയണം, നിന്റെ പാപങ്ങളെ നീ ഏറ്റുപറയണം. ഈ ലോകത്തിന്റെ സുഖരൂപത്തിലൂടെ നീ കടന്നുപോയി നിന്റെ ജീവിതം നിത്യ നരകത്തിലേക്ക് നീ വിട്ടുകൊടുക്കാതെ, സാത്താനും അവന്റെ കൂട്ടാളികൾക്കും വേണ്ടി നിന്റെ ജീവിതത്തിന്റെ അവസാനം നീ അവനെ ഏൽപ്പിച്ചു കൊടുക്കാതെ ഈ ഭൂമി നീ ജീവിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, ഹൃദയമാകുന്ന പാനപാത്രത്തിനകത്ത് ദൈവ സാന്നിധ്യം നിറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി ഇന്നേക്ക് 2025 വർഷം മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ പാപത്തെ ശുദ്ധീകരിപ്പ്, നമ്മുടെ പാപത്തിന് പരിഹാരം നൽകാൻ വേണ്ടി, നമ്മുടെ ഹൃദയത്തിന്റെ അകൃത്യങ്ങളെ നീക്കിക്കളയുവാൻ, അല്ലെങ്കിൽ ആദാമിൽ സംഭവിച്ചു പോയ പാപ സ്വഭാവം നമ്മൾ നീക്കിക്കളഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആത്മാവിന്റെ ഫലം നമ്മളിൽ വെളിപ്പെടുത്താൻ വേണ്ടി 2025 വർഷം അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം വിചാരിക്കാതെ ആ സ്വരൂപമെടുത്ത് മാനുഷത്തിൽ മനുഷ്യനെ തന്നെത്താൻ ഒഴിച്ച് ക്രൂശിലെ മരണത്തോളം നമുക്ക് വേണ്ടി അനുസരണത്തിയെന്നു. അവൻ കാൽവർ ക്രൂശിൽ കാര്യരുമ്പാണിയാൽ തറയപ്പെട്ടു. മുൾക്കിരീടം അവന്റെ തലയിൽ അടിച്ചാക്കി. പടയാളികൾ മാറി മാറി ശരീരത്തെ ഉടവുചാറ് പോലെ ചാട്ടമാറുകൾ കൊണ്ട് അടിച്ചു കീറി. രക്തം ധാരധാരയായി ക്രൂശിന്റെ ക്രൂശിന്റെ അടുത്തിട്ടില്ല, അല്ലെ അവന്റെ പാദവൃത്തി തളം കെട്ടി. അവന്റെ വിലാപ്പുറം കുത്തി തുറന്നു. അതുവഴി കടന്നുപോയില്ല അവനെ പരിഹസിച്ച് നിന്ദിച്ചു. കുലപാതകൻ, ചതിയൻ, ബെൽസെബൂലുള്ളവൻ അവന്റെ മുഖത്ത് തൂപ്പി അവന്റെ കന്നത്തടിച്ചു. അവന്റെ കുടിപ്പങ്ങാൻ ചൊറുക്ക കൊടുത്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവമായി ഇരുന്നിട്ടും അവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി മാറി. ഹല്ലേലൂയ. തന്നെ ക്രൂശിക്കുന്നവരുടെ മുമ്പിൽ നിന്നിട്ട്, തന്നെ ക്രൂശിക്കുന്നവരുടെ മുമ്പിൽ താൻ ക്രൂശിൽ കിടക്കുമ്പോഴും, തന്നെ ക്രൂശിച്ചവരെല്ലാം തനിക്ക് മുമ്പിൽ നിന്ന് ആരവാരം മുഴക്കുമ്പോഴും യേശു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ. അതെ, പിതാവിന്റെ ദൗത്യം ഏറ്റെടുത്ത് സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തു ആത്മാവിൽ നിറയപ്പെട്ട ആത്മാവിന്റെ ഫലമുള്ളവനായി മാറിയത് കൊണ്ട് തന്റെ ഹൃദയമാകുന്ന പാനപാത്രത്തിൽ യേശു വിളിച്ചു പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ. അല്ലേ, ദാവീദ് ഇത് പറഞ്ഞില്ലേ? ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞൊരിക്കൽ, എന്റെ ദൈവമേ, നീ എന്റെ കൈവിട്ടത് എന്ത്? 22 സംഖ്യ 1 വാക്യം.
ഹല്ലേലൂയ. ഇത് കർത്താവ് ഹല്ലേലൂയ അമ്മയെ ക്രൂശിൽ കിടന്നപ്പോൾ യേശു വിളിച്ചു പറഞ്ഞു. മത്തായി 27 വരുമ്പോൾ 44-45 കിടപ്പുണ്ട്. ആമ ഏലി ഏലി ലമാ ശബക്താനി എന്ന് യേശു ഉറക്കം വിളിച്ചു. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. ഹൃദയമാകുന്ന പാനപാത്രത്തിൽ ആത്മാവിന്റെ ഫലങ്ങൾ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശു പറയുക, യെരൂശലേം പുത്രിമാരി എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുവിൻ. ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് വില ഉണ്ടാകണം. പ്രൈസലോ. നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ ലോകത്തിന്റെ ചപ്പും ചവറും കയറി കിടക്കരുത്. ലോകത്തിന്റെ ചപ്പും ചവറുമാണ് നിന്റെ ഹൃദയത്തിലെങ്കിൽ നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നെല്ലാം ചപ്പും ചവറുമായിരിക്കും. ഹല്ലേലൂയ. അത് നമുക്ക് ഈ ലോകത്തിൽ കാണാൻ കഴിയത്തില്ല. പാലിനങ്ങോട്ട് കൂട്ടം കൂടി ഈ സഹോദരിമാർ ഒന്നിച്ച് കൂട്ടം കൂടി, സഹോദരന്മാർ ഒന്നിച്ചു കൂടി പട്ടണത്തിന്റെ ഒരുക്കൂടെ മൂലിക്ക് സഹോദരിമാർ കൂട്ടം കൂടി ഓരോ ഭവനത്തിലേക്ക് ചെന്നിരുന്നിട്ട് ഹൃദയമാകുന്ന പാനപാത്രത്തിൽ കയറി കിടക്കുന്ന ചപ്പും ചവറിനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മറ്റുള്ളവർക്ക് പാരമണിയെന്ന് കണ്ടിട്ടില്ലേ. ഹല്ലേലൂയ. ആണിന്റെയും പെണ്ണിന്റെ കൂട്ടത്തിലുണ്ട് ഇത് കേട്ടോ. രക്തം ചെയ്യും. നിന്റെ ഹൃദയത്തിനകത്ത് വചനം നിറയട്ടെ, ആത്മാവിന്റെ ഫലങ്ങൾ നിറയപ്പെട്ട് നിനക്ക് മരണമുണ്ട്. ഈ ലോകത്തിൽ എല്ലാ കാലഘട്ടത്തിലും ജീവിക്കത്തില്ല. നിനക്കും മരണം ദൈവം വെച്ചിട്ടുണ്ട്. മരണം നിന്റെ കൂടെയുണ്ട്. നീ ഏതു സമയത്തും മരിക്കും നിശ്ചയം. നിന്റെ മരണത്തോടു കൂടി നിന്റെ ജഡം മാത്രമേ ഈ ഭൂമിയിൽ അവശേഷിക്കും. ജഡം മാത്രമേ മണ്ണിനോട് ചേരുന്നുള്ളൂ. നിന്റെ ഉള്ളിൽ കിടക്കുന്ന ജീവൻ, നിന്റെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവിന് മരണമില്ല. നിന്റെ മരണം കൊണ്ട് നിന്റെ ആത്മാവ് ദൈവത്തിന്റെ അരികിൽ സ്വർഗരാജ്യത്തിൽ സ്വർഗ പർദീസിലെത്തണമെങ്കിൽ ഭൂമി വെച്ച് തന്നെ നിന്റെ ഹൃദയമാകുന്ന പാനപാത്രത്തെ ശുദ്ധീകരിച്ച ആത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മരണാനന്തര ജീവിതം പുതിയ യെരൂശലേമിലെത്താൻ കഴിയുള്ളൂ, സ്വർഗ പർദീസിലെത്താൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഇതൊക്കെ യേശുവിന്റെ ശിഷ്യന്മാരൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അല്ലേ. പോളികാർപ്പ് എന്ന് പറയുന്ന മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചതുകൊണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായി മാറിയത് കൊണ്ട് അന്നത്തെ ചക്രവർത്തിമാർ ഹല്ലേലൂയ പോളികാർപ്പിനെ പോളികാർപ്പിടെ വന്ന് യേശുവിനെ തള്ളിപ്പറ. പോളികാർപ്പ് പറഞ്ഞു, ഞാൻ എന്റെ യേശുവിനെ തള്ളി പറയത്തില്ല. അദ്ദേഹത്തിന്റെ ഒപ്പത്തുള്ള കുഴിക്കകത്ത് അദ്ദേഹത്തെ ഇറക്കി നിർത്തി ചുറ്റും ഉമിയിട്ട് ആ ഉമിക്ക് തീ കൊടുത്തെന്നാണ് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചും പലരും പ്രസംഗിച്ച് കേട്ടിട്ടുള്ളതും. ആ തീയെന്ന് ഉമിക്കകത്ത് നീറി ആ ഉമി തീ പിടിച്ച് പോളികാർപ്പ് വെന്ത് മരിക്കുവാൻ എരിഞ്ഞടങ്ങാൻ ഒരുങ്ങുന്ന സമയത്തും അന്നത്തെ ചക്രവർത്തി പറഞ്ഞു, നീ യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ നിനക്കിതിന് മോചനമുണ്ട്. ഞാൻ പുസ്തകത്തിൽ വായിച്ചത് ആ പോളികാർപ്പ് പറഞ്ഞു, ഞാൻ 80 വയസ്സ് വരെ ജീവിച്ചു. 80 വയസ്സിൽ എന്നെ കാത്ത് പരിപാലിച്ചത് കർത്താവാണ്. അതുകൊണ്ട് എന്റെ ഹൃദയം നിറഞ്ഞ് കവിയുന്ന മുഴുവൻ യേശുവിനെ കുറിച്ചാണ്. ഞാൻ ഒരിക്കലും യേശുവിനെ തള്ളിപ്പറയില്ലെന്ന് പറഞ്ഞ് ആ പോളികാർപ്പ് ജീവൻ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അതെ, കർത്താവിന് വേണ്ടി കഷ്ടങ്ങൾ, നൊമ്പരങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, കണ്ണുനീരിന്റെ നദികളുടെ മരണത്തിന് വരെ വിധേയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. ആദിമസഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായിരുന്ന സ്തേഫാനോസ് അടക്കമുള്ളവർ. ഹല്ലേലൂയ. നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലും, ട്രാജൻ ചക്രവർത്തിയുടെ കാലഘട്ടം, ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലും അനവധി ആളുകളെ നാട്ടുകടത്തി, അനവധി ആളുകളെ മൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുത്ത് തീപ്പന്തത്തിന് ഇരയാക്കി അനവധി ക്രൈസ്തവരെ കൊന്നുകളഞ്ഞു. അവരെല്ലാം ഹൃദയം ആകുന്ന പാനപാത്രം നിറഞ്ഞ് കവിഞ്ഞിരുന്നവരായതുകൊണ്ട് അവരാരും യേശുവിനെ തള്ളി പറഞ്ഞില്ല. അവർ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്നും വടക്കേണ്ടിയിൽ കണ്ടില്ലേ നിങ്ങൾ? വടക്കേണ്ടിയിൽ എത്രയോ ക്രൈസ്തവ മിഷന്മാർ, അത് ക്രൈസ്തവ കന്യാസ്ത്രീമാർ, ക്രൈസ്തവ വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നു, ഉപദ്രവിക്കപ്പെടുന്നു. നൈജീരിയയിലും സിറിയയിലും അടക്കമുള്ള അനവധി അറബ് രാജ്യങ്ങൾ എത്രയോ ക്രൈസ്തവരാണ് പീഡിപ്പിക്കപ്പെടുന്നത്. അവരാരും ക്രിസ്തുവിനെ തള്ളി പറയാറില്ല. നിറതോക്കുകളുമായി ഹല്ലേലൂയ ക്രൈസ്തവ വിശ്വാസികളെ ഹല്ലേലൂയ പിടിച്ചുകൊണ്ട് വന്നിട്ട് ക്രൂരന്മാരെ നിറതോക്കുകൾ കൈ പിടിച്ചുകൊണ്ട് വിശ്വാസികളെ പിടിച്ചുകൊണ്ട് കയ്യും പുറകോട്ട് കെട്ടി അവരെ കണ്ണു കെട്ടി അവരെ വെടിവെച്ച് കൊല്ലുവാൻ നിൽക്കുന്ന സമയത്തും പറയുന്നത് കേട്ടില്ലേ, നിങ്ങൾ ക്രിസ്തുവിനെ തള്ളിപ്പറ. അവർ ക്രിസ്തുവിനെ തള്ളിപ്പറയില്ല. കാരണം ഹൃദയമാകുന്ന പാനപാത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ആത്മാവിന്റെ ഫലങ്ങളാണ്. കർത്താവിന്റെ സ്നേഹമാണ്. കർത്താവിന്റെ സ്നേഹം നമ്മെ വേർതിരിക്കുന്ന പൗലോസ് ചോദിക്കുന്നില്ലേ? കഷ്ടതയോ, പട്ടിണിയോ, ആപത്തോ, നഗ്നതയോ, വാണോ, അത് എന്തല്ല അമ്മന്നാല് ക്രിസ്തുവിന്റെ സ്നേഹത്തിനെ വേർപിരിക്കാൻ കഴിയില്ലെന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഇവിടെ ദാവീദ് പറയുക, എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, മനോപാത്രം കവിയുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ,
നിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരട്ടെ, പ്രതിസന്ധി കടന്നു വരട്ടെ, പ്രതികൂലം കടന്നു വരട്ടെ. ഒരുപക്ഷെ നിരയിലൊക്കായി നീ മുങ്ങി താഴ്ന്നു പോലെ തോന്നിയേക്കാം. ഒരു കച്ചിത്തുരുപ്പെങ്കിലും കൈ പിടികിട്ടിയെങ്കിൽ രക്ഷപ്പെട്ടേക്കാം എന്ന് ചിന്തിക്കുന്ന ചില നാളുകൾ നിന്റെ ജീവിതത്തിൽ വരാം. അവിടെ നീ തകർന്നു പോകരുത്. ദാരിദ്ര്യം വന്നാലും, പാമി സാമ്പത്തിക ഞെരുക്കം വന്നാലും, കടക്കണിയിലൂടെ കടന്നുപോയാലും, മരണം മാത്രമാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നതെങ്കിലും, ജീവിതം തകർന്ന്, കുടുംബം തകർന്ന്, കുടുംബജീവൻ ചിന്ന ഭിന്നമായ അനുഭവത്തിലാണോ? എല്ലാ നിലയിലും 4 ചുറ്റും നടക്കടഞ്ഞാലും നിന്റെ ഹൃദയമാകുന്ന പാനപാത്രത്തിൽ ക്രിസ്തുവിന്റെ വചനങ്ങളെ, ആത്മാവിന്റെ ഫലങ്ങളെ നിർത്തുകയാണെങ്കിൽ നിന്റെ ശത്രുക്കൾ കാണുക ദൈവം നിനക്കൊരു വിരുന്നൊരുക്കുമെന്ന്. അതെ, നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ നിനക്കൊരു വിരുന്ന് കർത്താവ് ഒരുക്കുക. നിന്റെ ഇല്ലായ്മയുടെ നടുവിൽ, നിന്റെ സങ്കടത്തിന്റെ നടുവിൽ, ദുഃഖത്തിന്റെ നടുവിൽ ദൈവം നിനക്കും നിന്റെ കുടുംബത്തിനു വേണ്ടി ഒരു വിരുന്നൊരുക്കാൻ പോവുക. നിന്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം പരിശുദ്ധാത്മാവിനാൽ നിന്നെ നിറയ്ക്കാൻ പോവുക. അത് ശത്രുക്കൾ കാണുക. നിന്റെ ഹൃദയമാകുന്ന പാനപാത്രത്തിൽ കൂടെ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഈ അനേകർക്ക് പ്രയോജനമുള്ളവളായി മാറും. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന ശ്രോതാവേ, ഞാൻ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് നോമ്പരത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാനൊരു ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ ബൈബിൾ കോളേജിലെ അന്നത്തെ അവരൊരു ലീഡറിനോട് ചോദിച്ചു, നീ തിന്നാൻ വരുന്നതല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് ഞാൻ അന്ന് എല്ലാവരും എന്ന് രാവിലെ വീട്ടിൽ നിന്ന് വന്നു പോയി, വിവാഹം കഴിഞ്ഞ പിന്നെ വന്നു പോയി എന്ന് പഠിക്കുക. ഒരുപാട് കഷ്ടങ്ങൾ, പ്രയാസങ്ങളുണ്ട്. അന്നെന്നോട് ഞാൻ ചോദിച്ചു, നീ തിന്നാൻ വേണ്ടി വരുന്നതല്ലേ? ഞാൻ തിന്നാൻ വേണ്ടി ചെന്നതല്ലേ, ബൈബിൾ പഠിക്കാൻ വേണ്ടി ചെന്നതാ അല്ലേ? അങ്ങനെയൊക്കെ ഒരുപാട് നിന്ദകൾ സഹിച്ചിട്ടുണ്ടെന്ന്, അനവധി വേദനകൾ സഹിച്ചിട്ടുണ്ട്, അനവധി നോമ്പരങ്ങൾ, സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അനേകരുടെ പരിഹാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ സഹിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഹൃദയമാകുന്ന പാനപാത്രത്തിനകത്ത് ആത്മാവിന്റെ ഫലം ദൈവം നിറച്ചതിനെ നീക്കിക്കളയാതെ എൻ്റെ ഹൃദയമാകുന്ന പാനപാത്രം ഞാൻ കാത്തു സൂക്ഷിച്ചതുകൊണ്ടാണ് ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. ചെയ്യാം. അതെ, അതുപോലെ ഒരുപാട് കഷ്ടം നിനക്ക് കടന്നു വരാം, നോമ്പരങ്ങൾ കടന്നു വരാം, നിന്ദകൾ കടന്നു വരാം, നിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയേക്കാം. ഹല്ലേലൂയ. സമൂഹത്തിൽ നിന്നെ ഒഴിവാക്കി, നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് കുറ്റം പറഞ്ഞേക്കാം, നിന്റെ ഭാര്യ നിന്നെ കുറിച്ച് കുറ്റം പറഞ്ഞേക്കാം, മാതാപിതാക്കൾക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞേക്കാം. ഹല്ലേലൂയ. നിന്റെ സഭയും നിന്റെ സഭാ വിശ്വാസങ്ങൾ ഒഴിവാക്കിയേക്കാം. അതേ, നീ കടന്നു പോകുന്ന പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളുടെ നടുവില് നീ പതറിപ്പോകരുതേ. ദാവീദിനെ പോലെ നീ ഉറച്ചു വിശ്വസിക്കണം. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്ന ദൈവമാ, എന്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവമാ, എന്റെ പാനപാത്രം നിറഞ്ഞ് കവിയും. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കഷ്ടത മാറും, എന്റെ ദുഃഖങ്ങൾ മാറും, നിലവിളി മാറുമെന്ന് എനിക്ക് ദൈവത്തോട് പറയാൻ കഴിയണം. അതെ, നീ ദൈവത്തിന് വിശ്വസ്തതയുള്ളവനായിരിക്കണം, നീ ദൈവത്തിന് വിശ്വസ്തതയുള്ളവളായിരിക്കണം. അതെ, നിന്നെ കൈവിട്ട് കളയാതെ നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ അവൻ ഉള്ളംകരത്തിൽ വരച്ചിരിക്കുന്നവനാ. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ഹൃദയത്തിലെ ദുഃഖം നീക്കിക്കള. നീ കടന്നു പോകുന്ന കൊടും ക്രൂരതയുടെ നടുവിൽ നിന്ന്, അല്ലെങ്കിൽ നീ കടന്നു പോകുന്ന മാരകമായ രോഗത്തിന്റെ നടുവിൽ നിന്ന്, നിന്റെ ഹൃദയത്തിനകത്ത് കടന്നു കുടിക്കുന്ന എല്ലാ ദുഃഖത്തെ നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചുകൊണ്ട് ഹൃദയമാകുന്ന പാനപാത്രത്തിൽ ആത്മാവിന്റെ ഫലങ്ങൾ നിറയട്ടെ. രക്തം ചെയ്യും. അതെ, നീ കർത്താവിന്റെ മകനാ, നീ കർത്താവിന്റെ മകളാ. നിനക്ക് വേണ്ടി ജീവൻ കൊടുത്ത യേശുവാ. നിന്റെ പാപത്തിന്റെ കറകളെ നീക്കിയെടുക്കുവാൻ, നിന്റെ പാപത്തിന്റെ അശുദ്ധി നീക്കി നിന്നെ വെടിപ്പാക്കിയെടുക്കുവാൻ വേണ്ടി ക്രൂശിൽ അവസാനത്തുള്ള രക്തം വരെ തന്നവൻ യേശുവാ. അവൻ നിന്നെ കൈവിട്ട് കളയത്തില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, അവൻ നിന്നെ അനാഥനായി വിടത്തില്ല. ഹല്ലേലൂയ. വിളിച്ചിറക്കി കൊണ്ട് വന്നിട്ട് വഴിയിൽ വെച്ച് തള്ളിക്കളയുന്നവനല്ല യേശു. ഹല്ലേലൂയ. നടുക്കടലിൽ മുങ്ങി താഴാൻ പോകുന്ന പാത്രോസിനെ കൈപിടിച്ചുയർത്തിയവനാണ് നമ്മുടെ യേശു. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്നെ നടുക്കടലിൽ മുക്കിക്കളയുവാൻ അല്ല യേശു ആഗ്രഹിക്കുന്നത്. നീ മുങ്ങിപ്പോകുന്ന സാഹചര്യം നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ആഗ്രഹിക്കുക. ഇന്ന് പകൽ നീ ഏത് പ്രതിസന്ധി അനുഭവിക്കുന്നത്, ഏത് പ്രതികൂലം നീ അനുഭവിക്കുന്നത്, പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത ഏതെങ്കിലും സാഹചര്യത്തിലാണോ ശ്രോതാവേ നീ കടന്നു പോകുന്നത്? നീ ഭാരപ്പെടരുത്. ദൈവം നിന്നെ മാനിക്കാൻ പോകുക, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുക, ദൈവം നിന്റെ കഷ്ടതയെ മാറ്റാൻ പോകുക, സങ്കടത്തെ മാറ്റാൻ പോകുക. നീ അനുഭവിക്കുന്ന കൊടിയ വേദനകളെ മാറ്റിയിട്ട് നിനക്ക് സമാധാനമുള്ളൊരു അനുഭവത്തെ,
ഈ ഹൃദയമാകുന്ന പാനപാത്രം നിറഞ്ഞ് കവിയുന്ന നിലയിൽ ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ പോകുകയാണ്. രക്തം ചെയ്യും വിശ്വസിക്കുന്നെങ്കിൽ കരം പഠിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഈ വചനം കേൾക്കുന്ന ചിലരോട് ആമി ദൈവത്തിന് ആത്മശക്തമായിട്ട് ഇടപെടുന്ന ദൂത, ആമി ദൈവം ശക്തമായിട്ട് നിന്നോട് അറിയിക്കുന്ന ആലോചനയാ. നിന്റെ കഷ്ടങ്ങൾ മാറാൻ സമയമായി, നിന്റെ പ്രതിസന്ധികൾ മാറാൻ കവിയ സമയമായി. നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭവത്തെ ദൈവം നിന്നിലേക്ക് പകരാൻ പോവുക. സ്തോത്രം. വിശ്വസിക്കരമടിച്ച് ദൈവത്തിൽ സ്തുതിച്ചാട്ട്, കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ട്. അതെ, നിന്നെ അറിയുന്നവൻ യേശുവാ. ലോകം നിന്നെ അറിഞ്ഞെന്ന് വരത്തില്ല, ലോകം നിന്നെ ആമ കേട്ടെന്ന് വരത്തില്ല, പക്ഷെ നിന്നെ അറിയുന്നവൻ, നിന്നെ കേൾക്കുന്നവൻ യേശുവാ. നിന്റെ ചുണ്ട് പോലും അനങ്ങുന്നത് ദൈവം കാണുന്നുണ്ട്. ഹൃദയത്തിന്റെ നിരൂപണം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നവൻ യേശു ക്രിസ്തു മാത്രമാണ്. അവൻ നിന്നെ മാനിക്കാൻ പോയത്. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിൽ ലാസ്റ്റ് ഭാഗം വായിക്കുന്നുണ്ട്. എന്നെ മാനിക്കുന്നവനെ മാനിക്കും. അതെ, നീ കർത്താവിനെ മാനിച്ചാൽ ദൈവം നിന്റെ കുടുംബത്തെ മാനിക്കും. ഹല്ലേലൂയ. അത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. വായിച്ച വചനം എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. ആമി സ്തോത്രം. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് എന്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. അതെ, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാം. ഹൃദയത്തിനകത്ത് ആത്മാവിന്റെ ഫലം നിറയട്ടെ. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളാണെങ്കിലും, ജീവിതത്തിലെ ഏത് വൈഷമ്യ ഘട്ടങ്ങളിലും അവൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ വിടിവിക്കാൻ ആഗ്രഹിക്കും. കണ്ണുകളടച്ചാട്ട് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്നവൻ, എന്റെ തലയുണ്ട പക്ഷേ എന്റെ ഹൃദയമാകുന്ന പാനപാത്രം നിറഞ്ഞു കവിയുവാൻ ആത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറച്ച് ഇന്ന് ഞാൻ കടന്നു പോകുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധികൾ വെല്ലുവിളി നടുവിൽ, ജീവിതം ഒറ്റപ്പെട്ട സമയങ്ങളിൽ ഈ കടക്കണിയാൽ, മാരകമായ രോഗത്താൽ, നിരാശ നിലയിലായിരിക്കുന്ന എന്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഇവിടുത്തെ അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിലെ 3.3 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, അന്യസംസ്ഥാന തൊഴിലാളിക്കായി പ്രാർത്ഥിക്കും. ഇന്ത്യയിലെ 145 കോടി ജനത്തിനായി, ഈ ലോകരാജ്യം 7 ഭൂഖണ്ഡങ്ങളായി 800 കോടി ജനം, തലമുറ എണ്ണത്തിൽപ്പെടാത്തവർ, കർത്താവിന്റെ ശൈശവത്തിൽ മാലിക കൗമാരി യൗവനത്തിലും വാർത്തകരും ആരും വൃത്തിലും ചോട്ടൽ തടവറയിലായിരിക്കുന്ന ഇതിനായി വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാർ, രാഷ്ട്ര നേതാക്കന്മാർ, ഹല്ലേലൂയ. കർത്താവി, ഞങ്ങളുടെ കർത്താവി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവിക്ക് അനുസരിച്ച് വ്യോമനാവിശക്തികാരികൾ, ക്രമസമാധാന പാലക, നിർമ്മാണം രംഗത്ത് നിൽക്കുന്ന പോലീസ്, സെക്ഷൽ എക്സൈസ് ഫോഴ്സ്, ഞങ്ങളുടെ ഫയർ വിഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവി ജുഡീഷ്യയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജുഡീഷ്യ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്നവർക്കായി, സഹകരണമേലും പൊതുമേൽ, ആരോഗ്യ, വിദ്യാഭ്യാസ, സാമ്പത്തികമേലേക്ക് എല്ലാ മത, സാമൂഹിക, സാംസ്കാരിക, മീഡിയ രംഗം, സയൻസ്, എഞ്ചിനീയർമാർ, എല്ലാ ഭരണദേശ പാർട്ടികളും പാടത്തും പറമ്പിലും കോടിയിലും കല്ലൂടും മണ്ണൂടും പണിയെടുക്കുന്ന, തടിയോടും മല്ലടിച്ച് ചോര വീർപ്പാക്കി കഷ്ടതയിലൂടെ കഠിനാധ്വാനം ചെയ്യുന്നവർ, കടലോരവാസികൾ, തീരദേശവാസികൾക്കായി, ആഴക്കടൽ മത്സ്യബന്ധനം കടന്നു പോയിരിക്കുന്ന ഖനികളും കമ്പിലും ഫാക്ടറി ജോലി ചെയ്ത് ചെറുതും വലുതുമായ എല്ലാ വ്യാപാരി, വ്യവസായി, വഴിയുടെ കച്ചവടക്കാരെ കർത്താവ് ഇവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവ് സകല ജനത്തെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. കർത്താവ് അമ്മ കരയിലും കടലും ആകാശം വാഹനോടി വാഹനങ്ങൾ സെയിൽസ് ചെയ്തവർ, എല്ലാ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സിനെ കർത്താവ് കുടുംബങ്ങളെല്ലാതെയും മാനിക്കണമേ. മദ്യത്തിന്, മയക്കുമരുന്ന്, പാൻസലേഖനിക്ക് അടിമപ്പെട്ട് ജീവിതം തകർന്ന, കുടുംബം ചിഹ്നഭിന്നമായി കേരളത്തിലെ 30-ലധികം കുടുംബക്കൂടെ കെട്ടിക്കിടക്കുന്ന ആയിരക്കണക്കിന് ഗുണാമി ഡിവോഴ്സിനേഴ്സ് എല്ലാം ദൈവം വരികയും എല്ലാ സംവിധാനിക്ക് സമാധാനത്തിൽ കടന്നിരുവാൻ ഈ ജനത്തെ ഒരുക്കണമേ. പ്രാർത്ഥിക്കും. മാരാരോഗങ്ങളെ ഭാരപ്പെടും, സർജറികളിൽ കിടക്കുന്നവർ, ആക്സിഡന്റിൽപ്പെട്ട് കിടക്കുന്ന, ജന്മന വൈകല്യമുള്ളവർ, പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന് ബന്ധത്തിൽ അകപ്പെട്ട് കിടക്കുന്ന അനുബന്ധ ജീവിതങ്ങളെ ഈ പകൽ ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ് ഇവർക്ക് വിടുതൽ കൊടുക്കണമേ, ആശ്വാസം കൊടുക്കണം, മോചനം കൊടുക്കണം. തലമുറകളെ നശിപ്പിക്കുന്ന ഇവിടുത്തെ അബ്കാരികളെ, മയക്കുമരുന്ന് രോഗികളെ സന്ദർശിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, തലമുറകളെ സ്കൂൾ, കോളേജ്, ക്യാമ്പസുകളാൽ മദ്യവും മയക്കും ലഹരി കുട്ടികൾക്ക് കൊടുത്ത് അവരുടെ കുടുംബത്തെ നാശത്തേക്ക് കൊണ്ടുപോകുന്ന ഈ കരാളന്മാരെ, ഈ കർത്താവ്, ഈ ദുഷ്ടന്മാരെ ദൈവം സന്ദർശിക്കുന്നതായി അവർക്ക് മാനസാന്തരം കൊടുക്കുവാൻ കർത്താവ് ഞങ്ങൾ ദൈവരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകാതെ ഒരു മടങ്ങി ഒരു കൊടുക്കണ്ടായി ദൈവരങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവനാമത്തിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ, കഷ്ടസംഖ്യമാർ, ജയിലിൽ കിടക്കുന്നവർക്ക് ഒരു മോചനം, വിദേശ രാജ്യങ്ങൾ കഷ്ടസംഖ്യ നമ്പരപ്പെടുന്ന, മടലാനിത് വേദന അനുഭവിക്കുന്ന, ജോലി സാലറി കിട്ടാതെ, ജോലി നഷ്ടപ്പെട്ട്, വിസ കിട്ടാതെ, പാസ്പോർട്ട് കിട്ടാതെ പുതിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന അനുഭൂതിയാണ്. വിദേശ രാജ്യം ക്രിമിനൽ കേസ് വീട്ടിൽ കിടക്കുന്ന, ജയിലിൽ കിടക്കുന്നവർ, അവർക്കെല്ലാവരും മോചനം, ശാശ്വതമായ പരിഹാരം കൊടുക്കുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ തലമുറയെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥി. ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ വീട് പോകാതെ തലമുറ വിടിയിക്കപ്പെടണം.
ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മയക്കുമരുന്ന്, ലഹരി പദാർത്ഥം, ദുരുപദേശന്മാരും എല്ലാ തീവ്രവാദികളും, ഭീകരവാദികളും, വർഗീയവാദികളെ ദൈവം സന്ദർശിപ്പാൻ എല്ലാ മാനസാന്തരം മടങ്ങി വന്ന് അവരുടെ ഹൃദയമാകുന്ന പാനപാത്രത്തിൽ ആത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവം വരുവാൻ ദൈവങ്ങളെ ഏൽപ്പിക്കുന്ന സകല മഹത്വം എടുത്താട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.